മൊബൈൽ ഫോൺ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ഇനി കുട്ടികളോട് പോലും മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പകരം മൊബൈൽ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്ന് അവരെ പരിശീലിപ്പിക്കാം. അതല്ലേ നല്ലത്. ആദ്യം തന്നെ മൊബൈൽ ഫോൺ അവരുടെ വിദ്യാഭ്യാസത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ശീലിക്കാം. ബേസിക്കായിട്ട് വേർഡ് ഡോക്യുമെൻറ്റ്, പവർ പോയിൻ്റ്, എക്സൽ ഷീറ്റ്, ഡാറ്റ കളക്ഷന് വേണ്ടി ഗൂഗിൾ, AI, ChatGPT, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈറ്റുകൾ, എഡ്യൂക്കേഷൻ വീഡിയോസ് എന്നിവ അവരെ പരിചയപ്പെടുത്താം. ഒപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാം എന്നും കൂടി പരിശീലിപ്പിക്കുക. രണ്ടാമത്, സമയപരിധികൾ വയ്ക്കുക. എപ്പോഴേക്ക് മൊബൈൽ ഉപയോഗിക്കാം, എപ്പോഴേക്ക് മൊബൈൽ ഉപയോഗിക്കരുത് എന്നിവ അവരെ പരിശീലിപ്പിക്കാം. ഉദാഹരണത്തിന്, 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 5-10 മിനിറ്റ് മൊബൈൽ ഉപയോഗിക്കാം. രാത്രി ഉറങ്ങുന്നതിന് 1/4 മണിക്കൂർ മുമ്പ് മൊബൈൽ നിർത്തിവെക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഒഴിവാക്കുക എന്നിങ്ങനെ കുറച്ച് സാമാന്യ നിയമങ്ങൾ പാലിക്കുക. ഓർക്കേണ്ട കാര്യം, കുട്ടികൾ നമ്മളെയാണ് മാതൃകയാക്കുന്നത്. അതുകൊണ്ട് ഈ നിയമങ്ങൾ നമ്മളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. മൂന്നാമത്തെ കാര്യം, ഡിജിറ്റൽ മര്യാദയും സുരക്ഷയാണ്. സ്വകാര്യ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ മറ്റുള്ളവരുടെ സമയം മാനിക്കുക. ഓൺലൈനിൽ കാണുന്നതല്ല ഡിജിറ്റൽ ലോകം എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രക്ഷിതാക്കൾക്ക് സമയമില്ലാത്ത കാരണം ഒരു പകരമാവരുത് മൊബൈൽ ഫോൺ. ഉദാഹരണത്തിന്, കുട്ടികൾ കൂടുതൽ മൊബൈൽ ഗെയിമുകൾ കളിക്കുകയാണെങ്കിൽ അവരെ ഒരു സ്പോർട്സ് അക്കാഡമിയിൽ ചേർക്കുക, അല്ലെങ്കിൽ അവരുടെ കുറച്ച് നേരം കളിച്ച് സമയം ചെലവഴിക്കുക. ഇനി അവർ കൂടുതൽ ചാറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം അവരുടെ അടുത്ത് സമയം ചെലവഴിക്കുക. അവരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ ഒരു ശാപമാവാതെ ഒരു നല്ലൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ന് തന്നെ ശ്രമിച്ചു നോക്കുക.